വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മാൻ പ്ലസ് പ്ലസ്. ഇന്നത്തെ നമ്മുടെ തീം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം. നമുക്ക് അറിയുന്ന ലാംഗ്വേജസ് ആദ്യം. ഞാൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് C++ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ബാക്ക് ഇൻ സ്കൂൾ യെസ് കറക്റ്റ്. സോ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പം ഇപ്പൊ ഒരു ഫോം ലാംഗ്വേജ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗോ ടു ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ്. യെസ്, അപ്പൊ അതായിരിക്കും. എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത C++, വിഷ്വൽ ബേസിക്, പിന്നെ നോഡ്, ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, പിന്നെ ഇപ്പം പ്രൈമർലി ഗോ, പിന്നെ ഇച്ചിരി റസ്റ്റ് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു ഇടയ്ക്ക്. അത്രേ ഉള്ളൂ. പിന്നെ ഹാസ്കലൊക്കെ കുറച്ച് ലിറ്റിൽ ബിറ്റ്. അപ്പം ബേസിക്കലി മറ്റേ ലൈക്ക് നീ നിന്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതായിരുന്നു? ലൈക്ക് ബേസിക്കലി നീ ലൈക്ക് യു ബിൽഡ് ഇറ്റ് ഔട്ട്. ദാറ്റ് ലാംഗ്വേജ് പ്രോപ്പർലി ബിൽഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു നോഡ് വെച്ചായിരുന്നു. പൈത്തൺ നമ്മള് ജാങ്കോയും ഫ്ലാസ്ക് യൂസ് ചെയ്ത് ബാക്ക് എൻഡ് സർവീസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പഠിച്ചത് എനിക്ക് C++. ആദ്യമേ എനിക്ക് ആ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതിയപ്പം നമ്മൾ HTML ഒക്കെ ട്രൈ ചെയ്തായിരുന്നു സ്കൂളില്. ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ബേസിക്കലി HTML ഉണ്ടായിരുന്നു 12th. പക്ഷെ അന്ന് ഇത്രയും പവർഫുൾ ആണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല. എന്നുവെച്ചാൽ ഒരു സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ HTML എടുക്കുന്നു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, എന്റെ പെർസ്പെക്ടീവ് അല്ല, ആണോ? പക്ഷെ അതൊരു പ്രോഗ്രാമിംഗ് കാരണം അതിനകത്ത് നമുക്ക് ഡേറ്റ അങ്ങനെ മാനിപ്പുലേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബേസിക്കലി ഇറ്റ്സ് ഡോക്യുമെന്റ് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഒരു ഡോക്യുമെന്റിനെ നമുക്ക് സ്ട്രക്ചർ ചെയ്ത് എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്. ആ യൂട്ടിലൈസേഷൻ പോലും നമുക്ക് ക്ലിയർ അല്ലായിരുന്നു. അങ്ങനെയല്ല, ബേസിക്കലി അതാണ് ഡെഫിനേഷൻ. എന്ന് വെച്ചാൽ കുറെ പേർക്ക് ഈ ഒരു ലാംഗ്വേജ് HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് തന്നെ കുറെ ഡോക്യുമെന്റ്സിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി അവർക്കൊരു ലാംഗ്വേജ് എന്നുവെച്ചാൽ നമ്മുടെ നോർമൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരു ലാംഗ്വേജ് അല്ല. യെസ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റിനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ്. എന്നുവെച്ചാൽ മാർക്ക് ഡൗണും ഇപ്പൊ ഒരു ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. XML ഇച്ചിരി സ്ട്രിക്റ്റർ വേർഷൻ ആണ്. ഇപ്പൊ HTML-നകത്താണെങ്കിൽ ബേസിക്കലി അത്ര സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ല. നീ ടാഗ് മിസ് ചെയ്താലോ അങ്ങനെയാണെങ്കിൽ തന്നെ അത് സെൽഫ് ഫീലിംഗ് ഭയങ്കര ഫോർഗിവിംഗ് പോലെയാണ് ആ ലാംഗ്വേജ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു പുച്ഛം. നമ്മളിപ്പോ നമ്മൾ പറയുമല്ലോ which is the language that I know, HTML, but you are not considered that much of a programmer kind of thing. If you know HTML, എനിക്ക് എന്താ കൂടുതൽ HTML അറിയത്തുള്ളല്ലോ എന്നാണ് ഒരു ചോദ്യം. അങ്ങനെയാണ് SQL ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ചെയ്യാൻ പറ്റില്ല, കാരണം അതിനകത്ത് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. നീ അതിന്റെ മാസ്റ്റർ, നീയാണ് DB ഒക്കെ ഹാൻഡിൽ. ഇപ്പൊ നീയാണ് ഓഡിയൻസിനോട് പറയുന്നത്. അല്ല, നമുക്ക് നോക്കിയാൽ HTML-ന്റെ കേപ്പബിലിറ്റി അല്ല, HTML നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ സ്റ്റോപ്പ് ചെയ്യും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ഐഡിയ കിട്ടും അത് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ. അതൊരു ഒപ്പീനിയൻ, എന്റെ ഒരു രീതിയിൽ അത് ഒപ്പീനിയേറ്റഡ്. ആൾക്കാർ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഫോർ ലൂപ്പ് എഴുതാൻ പറ്റുമോ HTML-നകത്ത്? ഇല്ല, പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, കുറെ ഡേറ്റ കൺസ്ട്രെയിന്റ് അറിയത്തില്ല, പക്ഷെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇന്ററാക്ഷൻസും ഡേറ്റ മാനിപ്പുലേഷൻസും ഒക്കെ നടത്താൻ വേണ്ടി ഒരു ലാംഗ്വേജ് വേണമായിരുന്നു. അതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് വാസ് ഇൻവെന്റഡ് എന്നുള്ള രീതിയിലായി. ബിക്കോസ് HTML അത് ചെയ്യാൻ, കാരണം ആ HTML-ന്റെ പേർപ്പസ് തന്നെ just to എല്ലാ ഡോക്യുമെന്റും ഒരു ഫോർമാറ്റിൽ ഇരിക്കണം when it comes to internet world, so that everyone can use it and make it. എന്നുവെച്ചാൽ ലാറ്റക്സ് നമ്മുടെ പണ്ടത്തെ ഡോക്യുമെന്റ് സ്ട്രക്ചറിങ്, അതും ഇപ്പൊ HTML ലാംഗ്വേജ് ആണെങ്കിൽ അത് ലാംഗ്വേജ്. അങ്ങനെ നമുക്ക് ആ ഒരു ഗ്രൂപ്പിലോട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്, ഒരു ഡേറ്റ സ്ട്രക്ചറിങ്, ഒരു ഡേറ്റ ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് ഫോർമാറ്റർ പോലെ ആ ഒരു ടൈപ്പിലോട്ട് അത് മാറും. മാർക്ക് ഡൗൺ ആണെങ്കിലും ഇതെല്ലാം ഒരു ഫോർമാറ്റേഴ്സ് ആയിട്ട് മാറ്റുന്ന സാധനമാണ്. മനസ്സിലായോ? അപ്പം ഇപ്പൊ ഒരു സ്പെസിഫിക് ലാംഗ്വേജ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചൂസ് ചെയ്യും? ഇപ്പം
എല്ലാത്തിനും ഒരു ആൻസർ ഉള്ളു. നമ്മള് കമ്പ്യൂട്ടർ സയൻസ് Stood സംസാരിക്കുമ്പോൾ for the- ഡിപ്പെൻസ് Oh, wow. ഓ അങ്ങനെ കോണ്ടെക്സ്റ്റ്. അത് എന്നാലും ഭയങ്കര- നിന്നോട് ഇപ്പൊ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതാൻ Very diplomatic answer. ഇപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ലാംഗ്വേജ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Okay. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി ഐ ചൂസ് ഗോ. ഗോ Go ആയിരിക്കും. അതെന്തായിരുന്നു ബിക്കോസ് എനിക്ക് അത് അറിയാവുന്നതുകൊണ്ട്. അല്ല ഇപ്പൊ റസ്റ്റ് എടാ അപ്പം നമ്മൾ കൺസിഡർ ചെയ്യും, ഓക്കെ എനിക്ക് എന്തൊക്കെ ലാംഗ്വേജ് അറിയാം, ഇതാണ് എന്റെ ഫ്രണ്ടിലുള്ള പ്രോബ്ലം, ഇങ്ങനെ ലാംഗ്വേജ് ആണ് എനിക്ക് അറിയാവുന്നത്. അപ്പം എന്തായിരിക്കും ഈ പെർട്ടിക്കുലർ ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജ്, അതായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യും. എന്നുവെച്ചാൽ ഒരു സാധനം ചെയ്യുന്നതിന് മുമ്പ് നീ ഒരു ബിക്കോസ് യു നോ ലിറ്റിൽ ഒരു മോർ ദാൻ വൺ ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വെബ് സെർവർ എഴുതുന്നത്, വെബ് സെർവർ എഴുതാൻ പ്രോബബ്ലി ഐ ചൂസ് ഗോ. റൈറ്റ്, ബിക്കോസ് അത് കുറച്ചുകൂടി ഇക്കോസിസ്റ്റത്തിനോട്, ആ ക്ലൗഡ് ഇക്കോസിസ്റ്റത്തിനോട് കുറച്ചുകൂടി കമ്പാറ്റബിൾ ആണ്. പിന്നെ കുറെ ലൈബ്രറീസും ഫ്രെയിം വർക്ക്സും ആ പർട്ടിക്കുലർ ലാംഗ്വേജിലുണ്ട്. മനസ്സിലായി. അപ്പം മേ ബി ഐ ചൂസ് ഗോ. ഫോർ എക്സാമ്പിൾ ഇനി ഞാനൊരു ട്രാൻസ്പൈലർ എഴുതും അല്ലെങ്കിൽ കമ്പൈലർ എഴുതും, അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ ഇതിന് കുറച്ചുകൂടെ ബെറ്റർ റസ്റ്റ് ആയിരിക്കും. ബിക്കോസ് റസ്റ്റ് ഇസ് എ ലിറ്റിൽ മോർ പവർഫുൾ ഇൻ ടേംസ് ഓഫ് ദ ലാംഗ്വേജ്. ലാംഗ്വേജിന് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗോയിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് റസ്റ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ സം ടൈപ്സ് റസ്റ്റിലുണ്ട്, ഗോയിൽ ഇല്ല. സം ടൈപ്സ് SUM സം ടൈപ്സ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ നമുക്ക് ഒരു API എഴുതണം, അല്ലെങ്കിൽ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദിസ്, നമുക്കൊരു ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പിന് ഡിഫറെന്റ് ഫോംസ് വരാം. ലൈക് യൂണിയൻ ടൈപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇപ്പൊ നമുക്ക് ഒരു എംപ്ലോയിനെ മോഡൽ ചെയ്യണം, ഒരു കമ്പനീനെ മോഡൽ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു API റെസ്പോൺസിൽ എംപ്ലോയിയും വരാം, കമ്പനിയും വരാം. അപ്പം സം ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് സാധനങ്ങളും രണ്ട് ഫീൽഡ്സ് ആയിരിക്കും ആ പെർട്ടിക്കുലർ ടൈപ്പിൽ. സ്ട്രക്ട് അല്ല, ഇതിനെ നമ്മൾ ബേസിക്കലി യൂണിയൻ ടൈപ്സ് എന്നാണ് പറയുന്നത്. യൂണിയൻ ടൈപ്സിനോട് സിമിലർ ആണ്. അതാണ് ബേസിക്കലി ലാംഗ്വേജ് ഈ സെയിം സ്ട്രക്ചർ ഈ സെയിം ടൈപ്പ് യൂസ് Haskell. ഏത് കാറ്റഗറി? ഫങ്ഷണൽ ആണ്. സം ടൈപ്സ് ഉണ്ട്, സം ടൈപ്സ് SUM. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഭയങ്കര എന്താ പറയുക, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ മാച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ലാംഗ്വേജസിലെ പാറ്റേൺ മാച്ചിങ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇഫ് എൽസ് എഴുതുന്നതിന് പകരം നമുക്ക് മാച്ച് സ്റ്റേറ്റ്മെന്റ്സ് എഴുതും. അപ്പൊ കമ്പൈലറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വേരിയന്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മനസ്സിലായി. ഈ പാറ്റേൺ മാച്ചിങ് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ തോന്നിയ ഇതെന്ന് പറഞ്ഞാൽ ഈ കോളേജില് C++ പഠിക്കാൻ നേരത്ത് അവര് ഫസ്റ്റ് തരുന്ന പ്രോബ്ലം നീ കണ്ടിട്ടില്ല, ഇങ്ങനെ പാറ്റേൺ മാച്ചിങ്. ഇവൻ TCSന്റെ ഓൺലൈൻ കോഡിംഗ് ക്വസ്റ്റ്യൻസിൽ ഈ പാറ്റേൺ മാച്ചിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ളവർ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാക്ട്ലി നമ്മുടെ ഫോർ ലൂപ്പ് വെച്ച് ഇങ്ങനെ ട്രീ വരുന്നു, ഇങ്ങനെ ട്രീ വെക്കാം. അതാ പെട്ടെന്ന് പാറ്റേൺ മാച്ചിങ് എന്നൊക്കെ പറഞ്ഞപ്പോ പണ്ട് ഇതിലോട്ട് പോയി. ഏറ്റവും വെറുത്ത ലാംഗ്വേജ് ജാവയുടെ പുള്ളിയാണ് ഇവിടെ ഇരിക്കുന്നത്. ജാവയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത. പ്രൊഡക്ഷനില് ജാവ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വെർബോസ് ആണ്. ലൈക്ക് ഒത്തിരി റൈറ്റ് ചെയ്യണം ടു അച്ചീവ് സം ഫങ്ഷനാലിറ്റി. പിന്നെ ലൈക്ക് വെരി നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. നൺ പോയിന്റ് എക്സെപ്ഷൻ വെരി ഫേമസ് ആണ്. അത് ചിലപ്പോ എല്ലാവർക്കും പഠിക്കാൻ നേരത്തെ പഠിക്കാതെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലിട്ടെ അത് ജാവ ബേസ്ഡ് ഫസ്റ്റ് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നില്ലല്ലോ. പിന്നെ വന്നിട്ടില്ല. പിന്നെ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി ഒബ്വിയസ്ലി. അല്ല, പക്ഷെ അത് ജാവയിലേക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് എഴുതേണ്ട ലാംഗ്വേജ് ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഒരു ബോയിലർ പ്ലേറ്റ് ആയിരിക്കാം. ബേസിക്കലി ഒരു ക്ലാസ് എഴുതാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ജാവ റീസെന്റ് വേർഷനില് അവർ അതൊരു ഡിപെൻഡൻസി മാറ്റി. ക്ലാസ് ഇല്ലാതും നമുക്ക് ബേസിക്കലി ജാവയുടെ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാക്കി. അതെനിക്ക് ക്ലിയർ അല്ല. അതാണ് വേറൊരു ഇഷ്യൂ. ജാവ ലൈക്ക് വെരി 20 some years ആയില്ലേ. അപ്പൊ ഒരു സാധനം ചെയ്യാൻ തന്നെ ലൈക്ക് മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. അത് പറയുമ്പോ ജാവാസ്ക്രിപ്റ്റിനെ അത് ലൈക്ക് കമ്പയർഡ് ടു ഗോ മോസ്റ്റ് ഓഫ് ദ ടൈം വൺ വേ ഉള്ളൂ ഒരു സാധനം ചെയ്യാൻ. അത് ഒരു എനിക്കൊരു റിലേറ്റീവ് ബയസ് ആയിരിക്കും. ബിക്കോസ് നമ്മള് ഗോയിൽ ഫെമിലിയർ ആയി, നമുക്ക് ആ ഒരു സ്റ്റൈലില് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു സാധനം ചെയ്യണമെങ്കിൽ അത് ഒരു രീതിയിൽ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കുറെ പ്രെഡിക്റ്റബിലിറ്റി കൊണ്ടുവരും. നമ്മൾ കോഡ് വായിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സാധനം അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും
ലൈക്ക് നമുക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അതെ. നമ്മൾ വേറൊരു ലാംഗ്വേജിലോട്ട് പോകുമ്പോൾ അത് ഫോളോ ചെയ്യാത്ത ലാംഗ്വേജ് ഇറ്റ്സ് ഡിഫറെന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഗോ എനിക്ക് തോന്നുന്നു നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത KPI. അപ്പൊ നമ്മള് മറ്റേ സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ് കണ്ട് അറിയാം. നമ്മൾ ആ സ്റ്റാർട്ടപ്പിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ക്യാൻ ഓൺലി ബി റിട്ടൺ ഇൻ 1 or 2 ways മാക്സ്. അതിനപ്പുറം ഒരു ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം ടൈപ്പ് മാനിപ്പുലേഷൻ എനിക്ക് ഗോയിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ജാവയിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജാവയിലേക്ക് ഒരു 4-5 ഡിഫറെന്റ് വേസ് ഉണ്ട്, 4-5 ഡിഫറെന്റ് പാക്കേജസ് ഉണ്ട്. ചില സ്ഥലത്ത് പറയും ഈ പാക്കേജ് ഓൾഡ് ആണ്, അതിനൊരു ബഗ് ഉണ്ട്, അപ്പൊ അതോട് യൂസ് ചെയ്യല്ലേ, നമ്മൾ അതിന് പുതിയ പാക്കേജ് കണ്ടുപിടിക്കാൻ പോകണം. ഗോ ലാംഗ്വേജ് കമ്പയർ ഇറ്റ്സ് മച്ച് ഈസി. അവിടെ സ്റ്റാൻഡേർഡ് പാക്കേജ് യൂസ് ചെയ്യുക and you're done. കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും ഗോഡ് സ്റ്റാൻഡേർഡിലേക്ക്. Could be, yeah. ഓൾസോ ഗിവൻ ദ റീസൻസി ഓഫ് ദ റീസൻസി ആണോ വേർഡ് ആണോ, പക്ഷെ റീസെന്റ് ആയിട്ട് വന്ന ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് ഗോ മേ ബി പുതിയ പ്രോബ്ലംസിനോട് അവര് കുറച്ചുകൂടെ ക്രാഫ്റ്റഡ് ഉണ്ടായിരിക്കും ആ ലാംഗ്വേജ് ബേസ്ഡ്. മേ ബി ജാവ ഗിവൻ അത് 20 years ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു ബാഗേജും കാണും. അത് ശരിയായിരിക്കും. കാരണം അല്ല അപ്പൊ നിങ്ങളുടെ അപ്പം ഇപ്പൊ ജാവയുടെ ഇപ്പൊ പറഞ്ഞല്ലോ ഡിപ്പെൻഡൻസി ഒക്കെ നമ്മൾ ഓരോ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗോവിന്റെ ഡിപ്പെൻഡൻസി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഡിപ്പെൻഡൻസി ഉണ്ടോ അതോ ഈ പാക്കേജസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്? ഗോ സ്റ്റാർട്ട് ചെയ്ത പാക്കേജ് ഡിപ്പെൻഡൻസി മാനേജർ ഇല്ല. അപ്പൊ ദാറ്റ് മീൻസ് ദേ ഹാവ് അന്നേരം തൊട്ട് അവർക്ക് മനസ്സിലായി ബേസിക്കലി ഈ ഇപ്പൊ HTTP സെർവർ പാക്കേജ് ആ മോഡ്യൂൾ എഴുതുവാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു മെയിൻറ്റൈനബിലിറ്റിയിലായിരിക്കും അവർ എഴുതിയേക്കുന്നത്. കാരണം ഇനി വേറൊരാള് ഇനി അത് ഇൻവെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ മറ്റേന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്താണെങ്കിൽ നീ ഒരു മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോഡ്യൂളിന്റെ പല ഓൾട്ടർനേറ്റീവ്സ് വരുന്നുണ്ട്. ഇനീഷ്യൽ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ലേറ്റസ്റ്റ് പാക്കേജ് പുൾ ചെയ്യണമെന്നല്ലേ ഓൾസോ ഗോഡ് ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ബാക്ക്വേർഡ്സ് കമ്പാറ്റബിലിറ്റി ബ്രേക്ക് ചെയ്തില്ല. ഇപ്പോഴും ലൈക്ക് എനിക്ക് തോന്നുന്നു ഗോ 1.0 എഴുതിയ ഒരു പ്രോഗ്രാം ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ദ കമ്പൈലറിലും നമുക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഗോ ഹാസ് ബീൻ ട്രൂ ടു ദാറ്റ് ബാക്ക്വേർഡ്സ് കമ്പാറ്റബിലിറ്റി പ്രോമിസ്. അപ്പൊ അതും ഒരു കോർ സാധനമാണ് ഗോവിനകത്ത്. ആ ഒരു സാധനം. അപ്പൊ ഇപ്പൊ നിങ്ങൾ നമ്മളിപ്പം ഇനി ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഏത് ലാംഗ്വേജ് പഠിക്കണം? ഒരു ലാംഗ്വേജ് പഠിക്കണമെന്ന് തന്നെ ഞാൻ സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാം. പക്ഷെ മേ ബി നമ്മള് ഒരു ലാംഗ്വേജ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ആസ് എ കമ്പ്യൂട്ടർ സയൻസ് ആസ് എ ഡെവലപ്പർ ലൈക്ക് ഇപ്പൊ നമുക്ക് ഇപ്പം കുറെ ഓഡിയൻസ് ഉണ്ടായിരിക്കും. അപ്പം ബിഗിനേഴ്സ് കാണും, കുറെ ആൾക്കാർ കാണും. അപ്പൊ കുറെ ലാംഗ്വേജസ് ഇപ്പം ഔട്ട് വേൾഡ്. അപ്പൊ ഏത് ഇപ്പം which is that language which put it this way, AI ഇല്ല, you have to learn it. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോഴും പറയും ലൈക്ക് rather than focusing on a particular language, നമ്മൾ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഫോക്കസ് ചെയ്യേണ്ടത് ജനറൽ പാറ്റേൺസ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്. അതാണ് ബേസിക്കലി നമ്മള് ലൈക്ക് ഫെമിലിയർ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ അതാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും. എന്താ അപ്പം ഇനിയിപ്പോ ഞാൻ ഇപ്പൊ C പഠിക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ C++, what do you like what do you tell how do you learn it? C++ എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോ പഠിക്കാൻ. ബിക്കോസ് ഒരു ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ C++നകത്തെ വി ഹാവ് ടു ഡു മെമ്മറി മാനേജ്മെന്റ് മാനുവലി. അപ്പം അതിന് ലൈക്ക് ടൂളിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പൊ നമ്മള് ഒരു കാളവണ്ടിയിൽ പോകത്തില്ലല്ലോ. കാറ് നമ്മൾ കാളവണ്ടി ഉപയോഗിക്കത്തില്ല. ബിക്കോസ് കാർ ആയിരിക്കും മോർ എഫിഷ്യന്റ്. അതുപോലെ തന്നെ റസ്റ്റ് മെമ്മറി മാനേജ് ആണോ? റസ്റ്റ് മെമ്മറി മാനേജ് അല്ല, പക്ഷേ റസ്റ്റിന്റെ കമ്പൈലർ നമ്മളെ ഫോഴ്സ് ചെയ്യും നമ്മള് മെമ്മറി മാനേജ് ചെയ്യാൻ. അപ്പം നീ എപ്പോഴും കമ്പൈലറിനെ സാറ്റിസ്ഫൈ ചെയ്തോണ്ടെങ്കിൽ പ്ലീസ് കമ്പൈലർ. അതെ, ജാവാസ്ക്രിപ്റ്റ് അതിന് വേണ്ടി ഓപ്പൺ ആക്കി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ജാവാസ്ക്രിപ്റ്റ് പറയുന്നത്. ഒരു കൊച്ചു വെച്ചിട്ട് ഇന്ന് എനിക്കൊരു സാധനം ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജാവാസ്ക്രിപ്റ്റ്. വാ മക്കളെ, അതാണ് ജാവാസ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. അപ്പം അത്
അതും ഡിപ്പെൻസ് ഓൺ ദ പ്രോബ്ലം. അത് എറേഴ്സ് എൻകറേജ് ചെയ്യുന്നത്. എറേഴ്സ് എൻകറേജ് അല്ല, നീ മര്യാദക്ക് എഴുതി കഴിഞ്ഞാൽ റൂൾസ് അത് ശരിയാണ്. ഇപ്പൊ നിങ്ങൾ ജാവസ്ക്രിപ്റ്റ് എക്കോസിസ്റ്റം തന്നെ അത് ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു 10 ലിൻഡേഴ്സും ടൈപ്പ് വേണോ ടൈപ്പ് വേണോ ഇതോ അതെന്താണ് എല്ലാരെയും നമ്മൾ ഉൾക്കൊള്ളിക്കണോന്നുള്ളൊരു വിഭാഗത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജാവസ്ക്രിപ്റ്റ് അങ്ങനെ എൻകറേജ് ചെയ്യുന്നത്. പാരഡൈം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പം എനിക്ക് നാളെ മൂഡ് തോന്നുന്നു, എനിക്ക് ഒന്ന് ഇച്ചിരി ഫംഗ്ഷണൽ എഴുതിയ കൊള്ളാം ജാവസ്ക്രിപ്റ്റ്, എനിക്ക് നാളെ ഒരു ടെൻസർ ഫ്ലോ എഴുതാന് ജാവസ്ക്രിപ്റ്റ്, എന്തിനും എവിടെയും ഞാനുണ്ട് അങ്ങനെ പറയുന്ന പോലെ അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ജാവസ്ക്രിപ്റ്റ് എന്റെ ഒരു രീതിയിലാണെങ്കിൽ പോലും വെൽക്കമിങ് ആണ് നീ പറഞ്ഞ പോലെ. പക്ഷെ ചില കേസസിൽ ഇഫ് യു ടേക്ക് ലൈക്ക് എ സ്കേലബിൾ സിസ്റ്റത്തിലോട്ടൊക്കെ പോകുമ്പോൾ ജാവസ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും, പഠിക്കുന്നതും. സോ ദാറ്റ്സ് വാട്ട് എഫേർട്ട് പിന്നെ കൂടുതലായിരിക്കും ജാവസ്ക്രിപ്റ്റിൽ ഇടുന്നത്, ബിക്കോസ് നീ പറഞ്ഞ പോലെ ടൈപ്പ് അല്ല, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് നമ്മൾ കോഷ്യസ് ഇനീഷ്യലി നമ്മൾ എങ്ങനെയാണോ തുടങ്ങി അതുപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും ജാവസ്ക്രിപ്റ്റിൽ. അതിന്റെ ഇഷ്യൂ ഇപ്പൊ നമ്മളിപ്പോ 2 ട്യൂട്ടോറിയൽ എടുക്കുവാണെങ്കിൽ തന്നെ അത് ഭയങ്കര ഡിഫറെന്റ് ആയി. ഒരു ഫോർമാറ്റിലായിരിക്കും. ഞാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ജാവസ്ക്രിപ്റ്റ് ഞാൻ കണ്ടു വന്നേക്കുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏത് ട്യൂട്ടോറിയൽ എടുത്താലും ഇപ്പൊ ജാവസ്ക്രിപ്റ്റ് എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാലും ആരും അതിന്റെ ഫണ്ടമെന്റൽ ലെയറിലോട്ട് ഇപ്പൊ ഗോയിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഗോ അതിനെ നല്ലതായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഗോ പഠിച്ചാലും അതിന് നമുക്കറിയാം വൃത്തിയായിട്ട് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ, ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ ജാവസ്ക്രിപ്റ്റിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് ഓരോ കാലഘട്ടത്തിൽ അതിനെ ഇങ്ങനെ അത് അക്കോമഡേറ്റീവ് ആക്കാൻ വേണ്ടി അതിനെ കുറെ ഷുഗേഴ്സ് വെച്ച് കോട്ട് ചെയ്തേക്കുക. ഒരു പർപ്പസിന് വേണ്ടി ഡിസൈൻ ലാംഗ്വേജ് അല്ല. ഐ മീൻ ഗോൾ എന്തുവാന്ന് ക്ലിയർ അല്ലാത്തൊരു സമയത്ത് ഡിസൈൻ ചെയ്ത ലാംഗ്വേജ് ആണ് ജാവസ്ക്രിപ്റ്റ്. റിലേറ്റീവ്ലി സ്പീക്കിംഗ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോ ചിലപ്പോൾ ഡിസൈൻ ചെയ്തപ്പോൾ അവർക്ക് ലൈക്ക് ഫണ്ടമെന്റലി അവർക്ക് ഒരു സെറ്റ് ഓഫ് ഗോൾസ് കാണും. ഓക്കെ, ഈ സാധനങ്ങളാണ് ഈ ലാംഗ്വേജ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ ജാവസ്ക്രിപ്റ്റ് ആണെങ്കിലും പ്രോബ്ലം എന്ന് പറഞ്ഞു ജാവസ്ക്രിപ്റ്റിന്റെ വേൾഡില് ആൾക്കാർ ആ ലാംഗ്വേജ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ററാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഒരാള് ആ ഡോക്യുമെന്റിനെ കാണുമ്പോൾ ജസ്റ്റ് ചുമ്മാ പോവാതെ അതിനൊരു ഇന്ററാക്ഷൻ വരുത്തണം, അതിനെ ഇന്ററാക്റ്റീവ് ആക്കണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു ആ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതായിരുന്നു ഗോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ചേഞ്ച് ആയി. ഞാൻ പറഞ്ഞത് ഒരിക്കലും ലൈക്ക് 20 years down the line വെബ് എങ്ങനെ മാറും എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിൻ്റെതായ ഒരു ബാഗേജ് ആ ലാംഗ്വേജിനുണ്ട്. ഇപ്പൊ നമ്മളോട് ചോദിക്കുക ഇപ്പൊ ബാഗേജ് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ തന്നെ അതാ പറഞ്ഞത് ലൈക്ക് നള്ളിന്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്തേക്കുന്നത് നൾ എന്ന് പറഞ്ഞ അല്ല ജാവസ്ക്രിപ്റ്റില് ബേസിക്കലി നള്ളിന്റെ ടൈപ്പ് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ 2 ടൈപ്പ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ആണ്. ഇത് അൺഡിഫൈൻഡ് മാത്രമല്ല, നള്ളും അൺഡിഫൈൻഡ് ടൈപ്പ്. സോ അതിപ്പോ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും പറ്റത്തില്ല, ബിക്കോസ് ഇത് എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് ഇപ്പൊ ബാങ്കിങ് ആണ് ആരൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ അവരെല്ലാം ആ ഒരു നോഷനിലാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരെല്ലാം നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ജാവസ്ക്രിപ്റ്റ് ഇങ്ങനെ ഓക്കെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി അടുത്ത വന്നത് എങ്ങനെയാ മറ്റേ ആ എഞ്ചിൻ എടുത്ത് എടാ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ ഒരു ബാക്ക് എൻഡ് വന്നതിന്റെ റീസൺ ലുക്ക് ഒരു ലാംഗ്വേജില് ബേസിക്കലി എനിക്ക് തോന്നുന്നു ആ ഒരു ഫൗണ്ടറിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ he took it as a challenge whether this can be broken out as a server കൊണ്ട് എഴുതാൻ പറ്റുമോ. അവൻ നോക്കിയപ്പം അവൻ ഡിസ്കവർ ചെയ്തു ജാവസ്ക്രിപ്റ്റ് ബ്രൗസറിൽ റൺ ചെയ്യുന്ന ലൈബ്രറി ഫണ്ടമെന്റലി സിയിലെ ലൈബ്രറി വെച്ച്. അപ്പം ഡെഫിനറ്റ്ലി നീ അതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ബേസിക്കലി സി യൂസ് ചെയ്യുന്ന നീ സെർവർ ചെയ്യാം. എനിക്ക് അങ്ങനത്തെ സ്ട്രോങ് സാധനത്തിലോട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ജാവസ്ക്രിപ്റ്റ് കാരണം ഒരു ഫൗണ്ടർ പൊട്ടി മുളച്ചു. അവന് എനിക്ക് പറ്റത്തില്ലായിരുന്നു, ഇനിയിപ്പോ ഡെനോ കാണത്തില്ല. ഉണ്ട് സിസ്റ്റംസ് ഉണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി ലെസ്സർ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ ആ പോസിബിലിറ്റിയിലോട്ട് വരുന്നത് മറ്റൊരു how to do it. Focus should it be done അതാണ് ജാവസ്ക്രിപ്റ്റ് പറ്റിയത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ മറ്റേ വെബിന്റെ ഒരു
the way in which web is evolved, I think it's only because JavaScript was open-ended. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായതുകൊണ്ടായിരുന്നു ഇത്രയും നമുക്ക് വെബില് ചെയ്യാൻ പറ്റിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഇഫ് ഇറ്റ് വാസ് നോട്ട് ദ കേസ് ദെൻ ഐ ഡോണ്ട് തിങ്ക് സോ വിച്ച് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ എന്ന് വെച്ചാൽ ലൈക്ക് അവർക്ക് അങ്ങനെ ഗോ പോലെ ഒരു ഡിഫൈൻ സ്ട്രക്ചർ വെക്കുമായിരുന്നെങ്കിൽ ബേസിക്കലി അത് ഒരു ലിമിറ്റഡ് ബോക്സിലായിരുന്നു. ലൈക്ക് എനിക്കറിയത്തില്ല, അത് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഇനി നമ്മളൊരു പുതിയൊരു സാധനം ഇൻവെന്റോ അതിനുവേണ്ടി മെച്ചുറായിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിട്ട് വേണം അതിനെ ചെയ്യാൻ. ഇതൊരു ഓപ്പൺ എൻഡഡ് പീസ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ലൈക്ക് ഐ സ്റ്റിൽ റിമെമ്പർ എന്ന് വെച്ചാൽ ലൈക്ക് നോഡ് വന്നപ്പോ ഉള്ള എവല്യൂഷൻ, ലൈക്ക് ഇറ്റ് ജസ്റ്റ് ബ്രോക്ക് ഔട്ട് ദ നമ്പർ ഓഫ് സ്റ്റാർട്ടപ്സ്, അഡോപ്ഷൻ ഇൻക്രീസ് ചെയ്തു. അത് ബേസിക്കലി എനിക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഒരു ലാംഗ്വേജ് അതായിരുന്നു അത് പോപ്പുലർ ആക്കിയതിന്റെ പ്രധാന കാരണം. അവിടെ നമ്മള് അതിന്റെ ട്രേഡ് ഓഫ്സ് ശരിയാണ് നമ്മൾ ചൂസ് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം എനിക്കൊന്ന് അത് കാരണം വെച്ചോണ്ട് തന്നെ മോങ്കോഡിബിയുടെ പോപ്പുലാരിറ്റി സൈഡിൽ കൂടെ കൂടി. നമ്മുടെ സ്റ്റാർട്ടപ്പിലാണെങ്കിലും മോങ്കോഡിബി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ ബേബി. അപ്പം സോ ദാറ്റ് ഈസ് ദെയർ. ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പം ഒരു പ്രോജക്റ്റ് എടുക്കുവാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യോ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യോ? സോ ഇപ്പൊ അത് ചോദിക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ജാവാസ്ക്രിപ്റ്റ് ഇഷ്ടമാണ്. അല്ല ബയസ്ഡിന്റെ അല്ല, ലുക്ക് ഇപ്പൊ കേട്ട് പറഞ്ഞ പോലെ എനിക്കൊരു ഗോ ടു എന്റെ ഫോർട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ലൈക്ക് മെയിൻ നോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒറ്റ ലാംഗ്വേജിൽ നമ്മുടെ ഭയങ്കര ഒരു ലാംഗ്വേജ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ബേസ് ഉണ്ടായിരിക്കണം. അത് ഗോ ആയിരിക്കാം, ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കാം, സി ആയിരിക്കാം, C++ ആയിരിക്കാം, എന്താണെങ്കിലും യു ഷുഡ് ഹാവ് വൺ സ്ട്രോങ് ഒരു പവർ so that you can do anything, but then you can decide okay ഈ ഒരു പാർട്ട് എനിക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, സോ ഞാൻ അത് പഠിക്കാം. അത് പക്ഷെ പ്രൂവ് ചെയ്യാൻ ഒരാളെ പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യാൻ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ അത് എപ്പോഴും നമ്മുടെ ഫോർട്ടേ വെച്ച് നമ്മുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ലാംഗ്വേജ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു. അപ്പം കമ്മിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് ആണോ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണോ എന്ന് വെച്ചാൽ എന്തും ഞാൻ ആദ്യമേ ട്രൈ ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ്. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യും ഇത് എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ലൈക്ക് അങ്ങനെ ലൈക്ക് ഇത് എന്ത് ആപ്ലിക്കേഷൻ, എന്ത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്, എന്താണ് ഇതിന്റെ പർപ്പസ്, അതിനനുസരിച്ചായിരിക്കും ഞാൻ ആ ഒരു ഓപ്ഷൻ എടുക്കുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ്. പക്ഷെ ഇപ്പൊ നോർമലി ഞാൻ ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി പീപ്പിൾ ഹാവ് മൈഗ്രേറ്റഡ് ടു ടൈപ്പ് സ്ക്രിപ്റ്റ്. ദ റീസൺ ഇസ് ബിക്കോസ് it's type safe. Look again, it's a sugar coating on top of JavaScript, so it's not, you can't compare it with Go or type language in അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. The thing is that you will get type ഒരു checker പോലെ ഒരു സാധനം മുമ്പിലുണ്ട്. It's not there built in the language. അപ്പം അത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും ബേസിക്കലി ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ ഇപ്പം നീ ചൂസ് ചെയ്യണേ ടൈപ്പ് യൂസ് ചെയ്യോ അൺടൈപ്പ് യൂസ് ചെയ്യോ ലാംഗ്വേജ്? ഞാൻ ബേസിക്കലി എനിക്ക് അറിയാവുന്ന സാധനങ്ങളായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം എന്തോ പ്രോബ്ലം വന്നാലും പ്രൈമറിലി ഞാൻ ചൂസ് ചെയ്യുന്നത് എനിക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ആയിരിക്കും. പ്രിഫറൻസ് ഉണ്ടാവും. പ്രിഫറൻസ് ഓഫ് കോഴ്സ് ഗോയ്ക്കായിരിക്കും. ബിക്കോസ് ഞാനിപ്പം ലൈക്ക് ടൈപ്പ് ഇക്കോസിസ്റ്റത്തിനകത്തോട്ട് ടൈപ്പ് ഇക്കോസിസ്റ്റം എനിക്ക് ഭയങ്കര യൂസ്ഡ് ആയി. അതുകൊണ്ട് ഒരു അൺടൈപ്ഡ് ഒരു എൻവിറോൺമെന്റിലോട്ട് പോകാനായിട്ട് എനിക്ക് KP ആണ് ആദ്യം പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. നമ്മുടെ ഇടയിൽ കൂടുതൽ പൈത്തൺ ഇച്ചിരൂടെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Coming to the question, ക്വസ്റ്റ്യനോട് ആഡ് ചെയ്തത് നീ കാരണം നീ അത് ഗോ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് ബേസിക്കലി ഡോക്കറും കുബർനെറ്റീസും കൂടിയാണ്. ബേസിക്കലി നമ്മള് 2017 ഡോക്കർ ആൻഡ് കുബർനെറ്റീസ് വാസ് റിലീസ്ഡ് ഇൻ 1.0 ഡ്യൂറിംഗ് ദാറ്റ് ടൈം. ആൻഡ് അവര് ഉപയോഗിച്ച ലാംഗ്വേജ് ബേസിക്കലി ഗോ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു ആ ടൂൾസിലോട്ട്. അപ്പൊ നമ്മള് ഗോ എന്ന് പറഞ്ഞ ലാംഗ്വേജിലോട്ട് ഫെമിലിയറൈസ്ഡ് ആയതാണ്. അപ്പം ഓഫ് കോഴ്സ് നമ്മള് അതിന്റെ സിംപ്ലിസിറ്റി, ടൈപ്ഡ് നേച്ചർ എല്ലാത്തിലോട്ടും ഗ്രാവിറ്റേറ്റ് ആയി കുറച്ചുകൂടെ. അപ്പൊ മറ്റേ ഇനിയിപ്പോ പൈത്തൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ലൈക്ക് എന്താണ് ആ ഒരു ബാക്കി നീ ഒരു ഡിഫറൻസ് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ലൈക്ക് വാട്ട് ഇസ് ദാറ്റ് ചേഞ്ച് ദാറ്റ് യു ഷിഫ്റ്റ് എന്തായിരുന്നു? പ്രൈമർലി എന്ന് പറഞ്ഞാൽ ടൈപ്ഡ് ആൻഡ് അൺടൈപ്ഡ് ആണ്. അപ്പം ഇപ്പൊ നമുക്ക്
പൈത്തനകത്ത് നമ്മൾ ചില സാധനങ്ങൾ ഒരു എറർ നമ്മൾ കണ്ടുപിടിക്കുന്ന റൺ ടൈമിലായിരിക്കും, റൈറ്റ്? ബട്ട് നമ്മളിപ്പോൾ അത് ഗോയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻ ടൈമിൽ തന്നെ നമ്മളത് കണ്ടുപിടിക്കും, ടൈപ്പ് എറേഴ്സ് ആൻഡ് സ്റ്റുഫ് ലൈക്ക് ദാറ്റ്. അതാണ് പ്രൈമറി ഡിഫറൻസ്. പിന്നെ പെർഫോമൻസിലോ നമ്മൾ ഒരു ഹൈ സ്കെയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഗോ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, പ്രോബബ്ലി. ബിക്കോസ് ഗോ ബൈ ഡിഫോൾട്ട് ഒരു മോഡേൺ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അത് കൺകറൻസിക്ക് വേണ്ടി എഴുതിയതാണ്. കൺകറൻസി എന്ന് വെച്ചാൽ കൺകറൻസി എന്ന് വെച്ചാൽ ഒരു സാധനം ലൈക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ ഒരേ ടൈമിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഗോയിലാണ് അച്ചീവ് ചെയ്യുന്നത്. ഗോ റൊട്ടീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ പൈത്തണിനകത്ത് ലൈക്ക് ഒരു മിഗ് ആണ്, അങ്ങനെ എന്താണ് അതിന്റെ പേര്, എന്തോ ഒരു മ്യൂടെക്സ് ലോക്ക് അങ്ങനെ എന്തോ ആണ്. ബേസിക്കലി അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ റൺ ചെയ്യുന്നത് ഒരു ത്രെഡിലാണ്. അതുകൊണ്ട് തന്നെ മൾട്ടി ത്രെഡഡ് സാധനങ്ങൾ റൺ ചെയ്യാനായിട്ട് പൈത്തൺ അത് മാറിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് അറ്റ് ടൈം എനിക്ക് മനസ്സിലായത് അത് ഒരു ത്രെഡിൽ റൺ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മള് കമ്പ്യൂട്ടർ കൂടുതൽ കൊടുത്താലും പെർഫോമൻസ് കിട്ടത്തില്ല. ബിക്കോസ് ലാംഗ്വേജ് ലിമിറ്റ്സ് us to use just one core, at least from what I understand. ഈ പ്രോബ്ലം ജാവാസ്ക്രിപ്റ്റിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ത്രെഡഡ് ആയതുകൊണ്ട് മാത്രമായിട്ട് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും ബ്രാഞ്ച് ഔട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കോഴ്സ് യൂസ് ചെയ്തിട്ടില്ലായിരിക്കും. ഇപ്പം ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന മറ്റേ ഇവന്റ് ലൂപ്പിലാണ്. അപ്പൊ ബേസിക്കലി മറ്റേ എന്തോ പിന്നെ നിനക്ക് ഈ സെയിം ജാവാസ്ക്രിപ്റ്റ് ആസ് എ ലാംഗ്വേജ് എന്ന് പറയുന്ന is single thread. Okay, but if you want to have something like like go പോലെ നിനക്ക് ആ ഒരു ഫീച്ചേഴ്സ് വേണമെങ്കിൽ for your backend system, then you have to split it out with workers. But workers fundamentally ജാവാസ്ക്രിപ്റ്റിന്റെ ലാംഗ്വേജിലും ഇൻസൈഡിലുള്ള കാര്യമല്ല. അതൊരു സ്മോൾ ഓവേഴ്സിന്റെ ഡെലിഗേറ്റ് ചെയ്യണേ. So you can't say that like it's a feature of JavaScript. It's like JavaScript enables you to do it, but you can't still tell that JavaScript അതുകൊണ്ട് നമ്മൾ JavaScript മൾട്ടി ത്രെഡഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ കൺകറന്റ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല. അത് മിക്കവാറും ഉള്ളവര് ആർഗ്യൂ ചെയ്യായിരിക്കും like JavaScript can perform like it will enable, ഞാൻ അത് put out ചെയ്ത് it can enable you to do it, but it is not മൾട്ടി ത്രെഡ്, സിംഗിൾ ത്രെഡ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പവർ കൊടുക്കാൻ പറ്റും. എനിക്കത് പൈത്തണിൽ എനിക്ക് അറിയത്തില്ല അതെങ്ങനെ ആക്ച്വലി ഉണ്ടെന്ന്. ബേസിക്കലി അത് സോൾവ് ചെയ്യാൻ ഓഫ് കോഴ്സ് എന്തെങ്കിലുമൊക്കെ ടൂൾസ് കാണും. ബട്ട് അത് ലാംഗ്വേജിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല. ലൈക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗോയിനകത്ത് ഗോ റൺ ടൈം ആണ് ഗോ റൂട്ടീൻസ്. ബേസിക്കലി ഗോയിനകത്ത് ഗ്രീൻ ത്രെഡ്സ് ആണുള്ളത്. ഗ്രീൻ ത്രെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ലൈറ്റ് വെയിറ്റ് ത്രെഡ്സ് റൺ ടൈം മാനേജേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഗോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുനിന്ന് ഗോ ഷെഡ്യൂളിൽ കുറച്ച് ത്രെഡ്സ് അലോക്കേറ്റ് ചെയ്യും, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് ഗോ റൊട്ടീൻസ് ഷെഡ്യൂൾ ചെയ്യുന്നത് ആക്ച്വലി ഗോ ഷെഡ്യൂളറാണ്. അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഗോ റൊട്ടീൻസ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം ഒരു കൺകറന്റ് ടാസ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, നമ്മളൊരു ഗോ റൊട്ടീൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഗോ റൊട്ടീൻ എപ്പോൾ ഷെഡ്യൂൾ ചെയ്യണം, എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം തീരുമാനിക്കുന്നത് ഗോ ഷെഡ്യൂളറാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഗോ റൊട്ടീൻ ഒരു ഫയൽ ആക്സസ് ചെയ്യും. IO ആക്സസ് ഈസ് വെരി സ്ലോ ഇൻ ദ റിലേറ്റീവ് ടേംസ് ഓഫ് കമ്പ്യൂട്ടിംഗ്. അതുകൊണ്ട് തന്നെ ഒരു ഗോ റൊട്ടീൻ ഒരു ഫയൽ റീഡ് ചെയ്യുമ്പോൾ there will be a pause because of the IO delay. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗോ ഷെഡ്യൂളർ will put that go routine to sleep and schedule something else to run computer. Right? So അങ്ങനെയാണ് അത് ഡിഫറെന്റ് ആണ് ആ പെർട്ടിക്കുലർ ലാംഗ്വേജ്. നിന്റെ ജാവയിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ത്രെഡ്സ് ആയിട്ടൊന്നും വർക്ക് ചെയ്തില്ല. ആ ഒരു ഐഡിയ അറിയില്ല. മറ്റേ വേറൊരു ഒപ്പീനിയൻ ഇതുണ്ടല്ലോ, ജാവയിൽ ട്രൈ കാച്ച് യൂസ് ചെയ്യുന്നത്. ഗോലാംഗില് ഇഫ് നോട്ടിക്കൽസ് എറേഴ്സ് ആർ വാല്യൂസ്. അല്ല, അപ്പൊ ചില പറയുമല്ലോ ലൈക്ക് ഇറ്റ് ഇസ് ടു വെർബോസ് ഇൻ ഗോലാംഗ്. അതിന് ഇറ്റ് ഈസ് വെർബോസ്. അത് ഒരു അഡ്വാൻറ്റേജും ആണ് ഡിസ്അഡ്വാൻറ്റേജും ആണ്. ബിക്കോസ് വെർബോസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ക്ലിയർ എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ അത് പ്രിഫർ ചെയ്യുന്ന കമ്പയർഡ് ടു ട്രൈ കാച്ച്. ഇപ്പൊ ട്രൈ കാച്ചിനകത്ത് നമുക്ക് നമ്മൾ കോഡ് നോക്കുമ്പോൾ നമുക്ക്
റിലേറ്റീവ്ലി അണ്ടർസ്റ്റാൻഡ് എനിക്ക് ബുദ്ധിമുട്ടാണ്. ആണോ? കാരണം എവിടെ എക്സെപ്ഷൻ എങ്ങോട്ട് Obviously. ത്രൂ ചെയ്യുന്നത്, ഇത് ആരെ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യുന്നത്. എനിക്ക് പക്ഷേ ഞാൻ ആ ഗോ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, ഒന്ന് 2 പ്രാവശ്യം. Okay. ഓക്കെ, ഫോർ വെരി സ്മോൾ തിങ്. എനിക്ക് മറ്റേ പ്രോബ്ലം നമ്മളിങ്ങനെ കേളി ബ്രാക്കറ്റ്സും മറ്റേ ബ്രാക്കറ്റും ഒക്കെ ഇട്ടിട്ട് വരുന്നോണ്ട് ഈ ഗോയിലോട്ട് മറ്റേ ബ്രാക്കറ്റ്സ് ഇന്ത്യൻ ലൈക്ക് പൈത്തൺ പോലെയാണല്ലോ ഓൾമോസ്റ്റ്. ലൈക്ക് എനിക്ക് കേളി ബ്രാക്കറ്റ്സ് ഒന്നും ഫോർ ലൂപ്പ് എഴുതി കഴിഞ്ഞിട്ടോ ഞാനിത് തെറ്റായിരിക്കും. ബേസിക്കലി എനിക്ക് എന്താ പ്രശ്നം മനസ്സിലായെന്ന് വെച്ചാൽ ദ തിങ് ഇസ് ദാറ്റ് ഇപ്പം എനിക്ക് അതിനകത്തുനിന്ന് ട്രൈ ക്യാച്ച് വേൾഡിൽ നിന്ന് വരുന്നോണ്ട് എനിക്ക് ട്രൈ ക്യാച്ച് ആണ് പ്രിഫറബിൾ ബിക്കോസ് ഇച്ചിരി റീഡബിലിറ്റി എനിക്ക് അവിടെ തോന്നി. ലൈക്ക് ട്രൈ ബിക്കോസ് നമ്മള് ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, ഹാൻഡിൽ ചെയ്താ. ഇപ്പൊ ട്രൈ ക്യാച്ച് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഇട്ടിട്ട് എല്ലാം ത്രോ ചെയ്താൽ പോരെ. അപ്പൊ അതാരാ ഹാൻഡിൽ ചെയ്യുന്നത്, എവിടെയാ ഹാൻഡിൽ ചെയ്യുന്നത്? എടാ അതാ അതിപ്പം എനിക്ക് ഇപ്പൊ ഗോവ ഇപ്പൊ ഞാനാണെങ്കിൽ വൃത്തിയായിട്ട് എഴുതുവാണെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാമല്ലോ. പോസിബിൾ ആണ്. അതാ ഞാൻ പറഞ്ഞു. സോ ലൈക്ക് ബേസിക്കലി ഞാൻ അത് എല്ലാവരോടും പറയുന്നത്, ഈ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നീ പറയുന്ന പോലെ അത് കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ അത് ഡിഫൈൻഡ് ആകാത്തതിന്റെ വൺ ഓഫ് ദ റീസൺ അത് ഡെവലപ്പറിന്റെ ഒരു പ്രശ്നം കൂടെയാണ്. ഡെവലപ്പർ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നോ, അതിനെ എങ്ങനെ നോക്കുന്നോ അതിനനുസരിച്ചിരിക്കും ആ ലാംഗ്വേജ് എൻ്റെ അടുത്ത് പറയുന്നത്. ബേസിക്കലി നീ അതിനെ ബിക്കോസ് ജാവാസ്ക്രിപ്റ്റ് ഓൾസോ ഹാസ് ഡിഫൈൻഡ് സ്ട്രക്ചർ, ഇറ്റ് ഗിവ്സ് യു ദ പോസിബിലിറ്റി. പക്ഷെ എനിക്ക് ആ കോഡ് നല്ലതായിട്ട് എഴുതിയാണെങ്കിൽ ബേസിക്കലി നീ ഇപ്പം ഗോവിനകത്ത് നീ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നീ ഒരു നെറ്റ്വർക്ക് കോളിലോട്ട് പോയി. ഇപ്പൊ നെറ്റ്വർക്ക് കോളിലോട്ട് പോകുമ്പോൾ നീ അതൊരു അസിൻക്രണസ് ടാസ്ക് ആയിരിക്കും. അപ്പൊ നീ അതിന് നിനക്കിപ്പോ ഒരു എറർ ഇവിടെ എറർ വരുമെന്ന് എനിക്ക് 100% ഷുവർ ആണെങ്കിൽ ബേസിക്കലി നീ അതിനെ എറർ അവിടെ തന്നെ എനിക്ക് അതാണ് എറർ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ട്രൈ ക്യാച്ചസ് ബേസിക്കലി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്ഥലത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ അസിങ്ക് ഓപ്പറേഷൻസിൽ വെരി എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ടാസ്ക് ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴാണ് കഴിയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ടൈപ്പ് യു ടെക്നിക്കലി ഡോണ്ട് നോ ഹൗ ദി എന്ത് ടൈപ്പാണ് നീ റിസീവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്കകത്ത് അതിനെ ഒരു ബ്ലോക്ക് മാറ്റി. ഈ അസിങ്ക് റിട്ടേൺ ചെയ്യുന്ന എറർ ആണോ അല്ലെ വാലിഡ് റെസ്പോൺസ് ആണോ നമ്മൾ അറിയുന്നത്? അസിങ്ക് റിട്ടേൺ ചെയ്യുന്നത് വാലിഡ് റെസ്പോൺസ് ആണോ അത് നിന്റെ റെസ്പോൺസ് വരുന്ന സ്ട്രക്ചർ അനുസരിച്ചിരിക്കും. ബേസിക്കലി നീയും മറ്റേ ബാക്ക് എൻഡ് ഡെവലപ്പറും ഉള്ള ഒരു API കോൺട്രാക്ട് അനുസരിച്ചിരിക്കും നിനക്ക് ബേസിക്കലി നിന്റെ APIക്കകത്ത് ഒരു സ്റ്റേറ്റസ് ഉണ്ട്, ഒരു സക്സസ് ട്രൂ ഓർ ഫോൾസ് ഒരു മെസ്സേജ് ഉണ്ട്, പിന്നെ ഒരു ഡേറ്റ മെസ്സേജ് ഉണ്ട്. ഇതാണ് നീ എക്സ്പെക്ട് ചെയ്യുന്നത്. നീയും ബാക്ക് എൻഡിലും ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ഇവിടെ ബാക്ക് എൻഡിലോട്ട് ഫോർ എക്സാമ്പിൾ HTTP എറർ, ഞാനൊരു ഫ്രണ്ട് എൻഡിൽ ഒരു API കോൾ ചെയ്യാൻ ഒരു HTTP എറർ വരുമോ? ഓക്കെ, അപ്പം അവിടെ ബേസിക്കലി എങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യണം? അപ്പൊ എനിക്ക് ആക്സിയോസിന്റെ ഡെഫിനേഷൻ ഉണ്ട്. ഒരു HTTP ആ ആക്സിയോസിന് മോസ്റ്റ് ഓഫ് ദ ജാവാസ്ക്രിപ്റ്റിന്റെ വേൾഡിൽ ആക്സിയോസ് എന്ന് പറഞ്ഞ പാക്കേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നീ HTTP ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു കേസിൽ നീ നോക്കുവാണെങ്കിൽ HTTPയുടെ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ സ്റ്റാൻഡേർഡ്സ് എന്താ, ആക്സിയോസ് പാക്കേജിന്റെ സ്റ്റാൻഡേർഡ്. ബേസിക്കലി ഒരു എറർ ടൈപ്പ് ആയിരിക്കും. എറർ എനിക്ക് ബേസിക്കലി അവർ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തു. അസൈൻ ഫംഗ്ഷൻ എനിക്കൊരു പ്രോമിസ് തിരിച്ചു തരുക. പ്രോമിസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സക്സസ് ടൈപ്പും തരും, ഒരു എറർ ടൈപ്പും തരും. അപ്പം എറർ ടൈപ്പിനകത്ത് ആക്സിയോസ് ടൈപ്പ് അത് റിട്ടേൺ ചെയ്യും. എനിക്ക് ആ എറർ പ്രോപ്പർട്ടി എറർ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് തന്നെ ഉണ്ട്. സോ ബേസിക്കലി അതാ ഞാൻ പറഞ്ഞത്, നമ്മള് യൂസ് ചെയ്ത് ഓൺലി പ്രോബ്ലം എന്ന് വെച്ചാൽ ഗോലാങ്കിനകത്ത് അത് ഭയങ്കരമായിട്ടും അത് കമ്പൽഷനാണ്. ഗോലാങ്കിനകത്ത് ലൈക്ക് ബേസിക്കലി ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത്. സ്പെഷ്യൽ സാധനം അല്ല ഗോലത്ത്. എറർ ഈസ് ജസ്റ്റ് എ വാല്യൂ. ഓക്കെ, നമ്മൾ ഒരു ഫംഗ്ഷന്റെ സെക്കൻഡ് റിട്ടേൺ ടൈപ്പ് ആയിട്ട് എറർ റിട്ടേൺ ചെയ്യണം എന്നുള്ളത് ഒരു കൺവെൻഷനാണ്. എറർ ഈസ് ജസ്റ്റ് എ വാല്യൂ. അപ്പം ബേസിക്കലി നിങ്ങൾ ആ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നോണ്ടല്ലേ നമ്മള് ഇതിനെല്ലാം വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലല്ലോ ഗോലാങ്കില്.
അപ്പൊ ബേസിക്കലി ഡു ദിസ് എന്നുള്ള ഒരു ഐഡിയ ആണ്. ഇതിനകത്താണെങ്കിൽ ഈ എറർ ഹാൻഡ്ലിംഗ് എല്ലാരും യൂസ് ചെയ്യുന്നത് ഇവിടെ ഒന്നി ട്രൈ ക്യാച്ച് വെച്ച് നമ്മൾ എറർ ഹാൻഡിൽ ചെയ്യുക. അതാണ് നോർമൽ സ്റ്റാൻഡേർഡ്. എന്ന് വെച്ചാൽ ഒരു മോസ്റ്റ്ലി എറേഴ്സ് വുഡ് ഒക്കർ ലോജിക്കലി, അല്ലെങ്കിൽ എറേഴ്സ് വരാൻ സാധ്യതയുള്ളത് ഈ അസിങ്ക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൺട്രോൾ വിട്ടുപോകുന്നത്. ലൈക്ക് യു ആർ ഗിവിംഗ് ഇറ്റ് ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ആയിട്ട് പോകും. അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിന്റെ ടാസ്ക് ആണ് ഈ നെറ്റ്വർക്ക് കോൾസ് ഒക്കെ ഫെച്ച് ചെയ്യണമെന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു കൺട്രോൾ ഇല്ല. ആ കൺട്രോൾ, ഇങ്ങനത്തെ കൺട്രോൾ ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഡിഫൈൻഡ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് എൻകറേജ് ചെയ്യുന്നത് ട്രൈ ക്യാച്ച് ആണ്. ട്രൈ ക്യാച്ച് ഒരു ഡിഫൈൻഡ് സാധനമാണ്. എറർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി എനിക്ക് ബേസിക്കലി അറിയാമെങ്കിൽ സോ ഇറ്റ്സ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ എനിക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പൊട്ട കോഡ് എഴുതി അത് പൊട്ടയായിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഗോയിനകത്ത് എനിക്ക് തോന്നുന്നു കുറെയൊക്കെ എല്ലാരും നമ്മള് ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളും അത് ഓട്ടോമാറ്റിക്കലി അത് പ്രാക്ടീസ് ആയി വരും. ബട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റിന് തന്നെ മൾട്ടിപ്പിൾ വേസ് നമ്മൾ കാണും. ചില ആൾക്കാർ ലൈൻ കുറയ്ക്കാൻ വേണ്ടി തന്നെ ഒറ്റ ലൈനിൽ എഴുതുന്ന ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഓൾ മേക്സ് ഇറ്റ് ലൈക്ക് വെരി മെസ്സി. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് കൺവെൻഷൻ ഇല്ലാതെ ഇപ്പോൾ കോഡ് ഭയങ്കര മെസ്സി ആയിരിക്കും. സോ അത് കാരണമാണ് നമുക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലാത്തത്. പക്ഷേ there are codes, there are standards. ഇപ്പൊ Airbnb ഒക്കെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ഡെഫിനറ്റ്ലി അത്രയും വലിയ കോഡ് ബേസിൽ. സോ അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് എഴുതിയേക്കുന്നത്. ദ ഓൺലി പ്രോബ്ലം ഇസ് ഈ വൃത്തിക്കകത്ത് എഴുതിയേക്കുന്ന കോഡിനകത്ത് നമുക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് ടൈപ്പ്. അവിടെയാണ് ആ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഒരു സാധനം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ആ ടൈപ്പ് നമുക്ക് ഈ ഇൻബിൽഡ് ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പൊട്ടാൻ ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അത് ഗോയിനകത്ത് വരത്തില്ല. ബിക്കോസ് അത് ക്യാച്ച് ചെയ്യും. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ക്ലിയർ ആണ്, അത് ഇവിടെ ക്യാച്ച് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം. That's the only difference. Basically, preference on how to handle. Yes, preference on how do you write a code is also the mattering the most. എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു എക്കോസിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുറെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അത് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാ പ്രോജക്ട്സിനകത്തും പണ്ട് ഞാൻ കണ്ടു വന്നേക്കുന്ന Airbnb സ്റ്റാൻഡേർഡ്സ് അവർ കുറെ എടുത്തൊക്കെ ഭയങ്കര പോപ്പുലർ ആയി. വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫോളോഡ് സ്റ്റാൻഡേർഡ്സ് വെൻ യു ക്രിയേറ്റ്. ലൈക്ക് അവിടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ? എല്ലാവർക്കും സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കാരണം ജാവാസ്ക്രിപ്റ്റ് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു ES6 എന്ന് പറഞ്ഞ എന്തോ സ്റ്റാൻഡേർഡാ? ES6 ഒരു പുതിയ വേർഷനാണ്. അതിനകത്ത് അഡീഷൻസ് ആഡ് ഓൺസ് ആണ് വരുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇപ്പൊ നീ വേർഷൻ 1 വേർഷൻ 2 അങ്ങനെ പോവാണെങ്കിൽ വേർഷൻ 1 ഒരു ബേസിക് സാധനം വരുന്നു. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു ഗോയിനകത്ത് ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റിനകത്ത് ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന എന്തോ എൻറ്റിറ്റിയോ ഒരു ഓർഗനൈസേഷൻ, ഒരു നോൺ പ്രോഫിറ്റ് ഉണ്ട്. ഒരു കൺസോർട്ടിയം ഉണ്ട്, TC39 എന്ന് പറഞ്ഞ ഒരു കൺസോർട്ടിയം ബോഡി ഉണ്ട്. സോ ആ ബോഡിക്കകത്ത് ഈ വലിയ ഓർഗനൈസേഷൻ ലൈക്ക് ബ്ലൂംബർഗ്, മോസിലയുടെ ഒരു റെപ്രസെന്റേറ്റീവ് കാണും. അങ്ങനത്തെ വലിയൊരു ബോഡി ഉണ്ട്, ഒരു ബോർഡ് വിച്ച് ഡിസൈഡ്സ് ഓൺ വാട്ട് ഇസ് ദ rules for the next JavaScript version that you ഈ ഒരു സിംഗിൾ ബോർഡേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഒരു ബോർഡ്. അതിനകത്ത് എലക്ടഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആയിരിക്കും. മോസ്റ്റ്ലി ഗവർൺഡ് ബൈ ബിഗ് കമ്പനീസ്. അവരായിരിക്കും അതിന്റെ ഹെഡ്സ്. പക്ഷെ ആർക്ക് വേണമെങ്കിലും പ്രപ്പോസൽസ് നൽകാം. അതാണ് അതിന്റെ ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഗവർൺഡ് ബൈ വൺ സിംഗിൾ കമ്പനി. ഇപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ഡിസൈഡ് ചെയ്യും. ഒരു ടീമില്ലേ? ഒരു ഗോ ടീം ഉണ്ട്. പക്ഷെ നിനക്ക് പ്രപ്പോസൽ കൊടുക്കാൻ പറ്റും. ഗോ ടീം ആക്ച്വലി ഗൂഗിൾ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രപ്പോസൽസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് ഒരു ടീം ചെയ്യുന്ന പ്രപ്പോസൽസ് നമ്മൾ വെളിയിൽ നിന്ന് പ്രപ്പോസൽ മേ ബി ഒരു ബയസ് കാണും. ഞാൻ പ്രപ്പോസൽസ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ എനിക്ക് ബയസ് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പ്രോബബ്ലി ദർ വിൽ ബി എ ബയസ്. ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഞാൻ ഗോ ടീമിനകത്തൊരു ഗോ പ്രൊഡക്റ്റ് മാനേജർ ആണ്. സോ ഗോ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നവരും അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ട്. ഐ വാസ് തിങ്കിങ് ലൈക്ക് പ്രപ്പോസൽസ് അവർ എൻകറേജ് ചെയ്യാൻ തന്നെ പഠിക്കുവോ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് they were the ones who designed it and they have some specific goals. അപ്പം അവരത് റിസീവ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ഓൺ ദി അതർ സൈഡ് ഇറ്റ് ഇസ് ലൈക്ക് ഓപ്പൺ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് എന്ത് പ്രപ്പോസൽസും ലൈക്ക് ഓപ്പൺ ആണ് സാധനം. പക്ഷേ there is like a lot of stages that you have to go through. അപ്പം അത് ഗോ ത്രൂ ചെയ്ത് അത് ഫൈനലി ആ ബോർഡ് അപ്രൂവ് ചെയ്യാൻ കുറെ പ്രോസസ് ഉണ്ട്. ഒരു ലാംഗ്വേജ് ഒരു ഫീച്ചർ ആഡ് ചെയ്യാന്ന് പറഞ്ഞൊരു ലാർജ്
ലാർജ് ആണ്. Task അപ്പം അല്ലേ? അതൊരു സ്റ്റേജ് 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ചില ബ്രൗസർ ഇത് എടുക്കും, ചില ബ്രൗസർ അത് അക്സെപ്റ്റ് ചെയ്യും. അതെ. സ്റ്റേജ് 4 വരുമ്പോഴാണ് അവർ ബേസിക്കലി അത് ഫണ്ടമെന്റലി ഒരു ലാംഗ്വേജ് ഫീച്ചർ അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് മാറും. അപ്പൊ ആക്ച്വലി ഒരു ലാംഗ്വേജ് ഒരു സാധനം ആഡ് ചെയ്തു, പിന്നെ ബ്രൗസേഴ്സ് Accept ചെയ്യാം. അത് ഇതൊരു വലിയ മാർക്കറ്റാണ്. എന്നുവെച്ചാൽ നീ ഓർക്കണം, ലൈക്ക് ഈ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ഇപ്പൊ ആരെയും ഒന്ന്, അതല്ലേ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രം ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ ലാംഗ്വേജ് ഇനി റൂൾ ചെയ്യണം. ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായി? ബിക്കോസ് ജാവാസ്ക്രിപ്റ്റ് ആരെയും മാറ്റി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഇറ്റ്സ് എ പ്രോബ്ലം. ഫോർ ദ ബ്രൗസേഴ്സ് ഇറ്റ്സ് എ പ്രോബ്ലം. സോ നമ്മുടെ ആർക്ക് എന്ന് പറഞ്ഞ ബ്രൗസർ. So it was a scary, like I thought like they will fundamentally change the way in which the entire browsing works. കമ്പനി That's the problem. Like you can't. It's a very ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്ന ബ്രൗസറിന്റെ കയ്യിലാണ് ഈ ഫുൾ സാധനങ്ങൾ. ദാറ്റ്സ് റൈറ്റ്. ഇപ്പൊ ഗൂഗിൾ ക്രോം ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ. ഐ തിങ്ക് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ഗൂഗിൾ ക്രോമിനാണ്. പക്ഷെ അവര് കൊണ്ടുവരുന്ന ഫീച്ചേഴ്സ് ഒന്നും ബാക്കിയുള്ള ബ്രൗസേഴ്സ് ഒന്നും അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഗൂഗിൾ ക്രോമിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നു, കുറെ പ്രോസസ്സിംഗ് എക്സ്ട്രാ ഗൂഗിൾ ക്രോമിന് കേപ്പബിൾ ആണ് അത് എടുക്കാൻ വേണ്ടി. ടു അഡാപ്റ്റ് ദാറ്റ് സഫാരിയൊക്കെ ഇപ്പോഴും ചില കാര്യങ്ങളൊന്നും ചെയ്തു പോലും ഇല്ല, ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി റീസൺസ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യത്തുമില്ല. അപ്പം ആ ഒരു ഡിബേറ്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വെബ് അസംബ്ലി വന്നു, എന്നിട്ടും ജാവാസ്ക്രിപ്റ്റിന് വെബ് അസംബ്ലി എല്ലാ ബ്രൗസറും അക്സെപ്റ്റ് ചെയ്തില്ലേ? അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ കുറെ ചിലതിന് അതിനും അഗെയിൻ ഫീച്ചർ റെസ്ട്രിക്ഷൻ ഉണ്ട്. ബിക്കോസ് ദ പ്രോബ്ലം ഇസ് ഈ ഫീച്ചേഴ്സ് ചെയ്യുന്നത് ഈ ക്രോം കമ്പനി, ഈ ബ്രൗസർ കമ്പനീസ് അല്ല. ദാറ്റ്സ് വാട്ട് ഐ ഫൗണ്ട്. സോ there is an open source community എന്ന് വെച്ചാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രപ്പോസൽസ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ഈ ഒരു ഫീച്ചറിന്, ഈ ഒരു പ്രപ്പോസലിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. So this company, what it does is this company develops it for Google Chrome. പക്ഷെ ക്രോം തന്നെ ഓപ്പൺ സോഴ്സ് അല്ലല്ലോ, അപ്പം ഒരു കമ്മ്യൂണിറ്റിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? Chromium. Chromium is open source. That engine is open source. അവർ ആ എഞ്ചിനിലോട്ട് ഇത് ചെയ്തു കൊടുക്കും. So it's like that company is mostly run on sponsors by Microsoft, Google, അങ്ങനെയുള്ള കാര്യങ്ങൾ. So ആ ഒരു റീസൺ വലിയതായിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം, ബേസിക്കലി ഇപ്പൊ നമ്മള് ഫ്രഷേഴ്സോ അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഏത് ലാംഗ്വേജ് ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ബാക്ക് എൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആയിരിക്കും ആദ്യമേ? ഗോ. ബിക്കോസ് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. ലേണിംഗ് കർവ് കുറവാണ്. സോ 25 കീവേഡ്സ് അങ്ങനെയല്ലേ ഉള്ളൂ. ടൈം ടു വാല്യൂ കൂടുതലായിരിക്കും. റസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ റസ്റ്റിന് ലേണിംഗ് കർവ് ഇങ്ങനെ, പക്ഷെ അത് കഴിഞ്ഞ് ഫ്ലാറ്റ് ആവും. പക്ഷെ കോവിന്റെ കുറച്ചുകൂടെ ലീനിയർ ആവും. അതുകൊണ്ട് ബാക്ക് എൻഡിന് നിന്റെ ഒപ്പീനിയൻ നീ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയോ? ജാവാസ്ക്രിപ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഞാനാണെങ്കിൽ. പക്ഷെ ഞാനിപ്പം ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. സോ പക്ഷെ എനിക്കും നമ്മളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടും ഞങ്ങൾ ആ പവർ കണ്ടുകൊണ്ടും ഞങ്ങളുടെ ഇനീഷ്യലി ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയപ്പോഴും നമ്മൾ ആ റിയലി ഗുഡ് പവർ നമ്മൾ കണ്ടു തന്നെ. നമ്മളന്ന് ഒരു അത്ര വലിയ ഗോ അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ആ ചാലഞ്ച് ഒക്കെ ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്. സോ ബേസിക്കലി നമ്മൾ എത്ര ഒരു ബാഡിനൊരു ഡെഫിനേഷൻ അതും അവർ വെച്ചിട്ടുണ്ട്. അവര് എത്ര ബാഡ് വരെ പോകാം. സോ ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇച്ചിരി അൺകൺട്രോളബിൾ ആണ്. ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കുത്തുവാണ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഒരു പ്രൊഡക്ഷൻ ലെവലിൽ. നമുക്ക് ചുമ്മാ എന്തെങ്കിലും കോഡ് നമുക്ക് പ്രൊഡക്ഷനിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് റിസ്കി വെൻ യു ആർ യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. കമ്പയർ ചെയ്യുവാണെങ്കിൽ ഗോ എന്ന് പറഞ്ഞ ലാംഗ്വേജ് മേ ബി ഒരു മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്യും. പക്ഷേ ജാവാസ്ക്രിപ്റ്റില് too much freedom. ടു മച്ച് ഫ്രീഡം, ടു മച്ച് ഫോർഗീവിങ്. നീ എന്ത് തെറ്റ് ചെയ്താലും ഓക്കെ സാർ. റൺ ടൈമിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നാലും പക്ഷെ ലേണിംഗ് വൈസ് ലേണിംഗ് കർവ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് ജാവാസ്ക്രിപ്റ്റ്. ലൈക്ക് ഈവൻ ലെസർ ദാൻ ഗോ എന്ന് പറയുന്നത്. നീ പറഞ്ഞ ലൈക്ക് അധികം റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് you can do anything you want with it. Like if you want to build a product like right now, it's
ഡാം സിമ്പിൾ. ഇപ്പൊ എനിക്കൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കണം, ഇല്ല എനിക്കൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറോ പ്രോബ്ലം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ എനിക്ക് വേണം, നാളത്തെ പ്രോബ്ലം ആണോ എനിക്ക് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോ ടു ലാംഗ്വേജ് വുഡ് ബി ജാവാസ്ക്രിപ്റ്റ്, ബിക്കോസ് എനിക്ക് അതിനൊരു പ്രിറ്റി ഡീസെന്റ് UI ഉണ്ടാക്കാം. അറ്റ് ദ സെയിം ടൈം ഒരു ലോജിക് ഒരു വിഷ്വൽ എലമെന്റ് കാണും. വിഷ്വൽ എലമെന്റ് കാണാം. അതിന്റെ കൂടെ നമുക്ക് ബേസിക്കലി ആ ഒരു ലോജിക്കും ഹാൻഡിൽ ചെയ്യാനുള്ള പവർ അതിനുണ്ട്. അപ്പം അതൊരു നമ്മളെ ബ്ലോക്കിംഗ് പാർട്ടാവത്തില്ല, എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കറായിട്ട് മാറത്തില്ല ജാവാസ്ക്രിപ്റ്റ്. പക്ഷെ ഡൗൺ ദ ലൈൻ ഇഫ് യു വാണ്ട് സ്കെയിൽ, then you can ask all of these questions, like will it scale, what next, അങ്ങനെയുള്ള കാര്യം. പക്ഷെ ഫോർ an MVP ആരെങ്കിലും ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനായിട്ട് the go-to can be JavaScript, very fast and നമ്മുടെ സാധനങ്ങൾ എളുപ്പം കിട്ടും. And it gives you a little bit of dopamine hit ഉണ്ടായിരിക്കും, because നമുക്ക് സാധനങ്ങൾ ഇപ്പൊ എനിക്കൊരു എക്സ്പെൻസ് കാൽക്കുലേറ്റർ വേണം, വിത്തിൻ ഒരു 2-3 hours ഞാൻ ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ വേണമെന്നു, അത് വെച്ചുകൊണ്ട് എനിക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ the other problem of other languages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബോയിലർ പ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം കുറച്ച് കൂടുതലായിരിക്കും. ലൈക് ഫോർ എക്സാമ്പിൾ ജാവയിൽ നമ്മൾ ഹലോ ഒരു 1 ലൈൻ പ്രിന്റ് ഉണ്ടോ പൈത്തണിൽ പ്രിന്റ് ഹലോ വേൾഡ് കഴിഞ്ഞു. എനിക്ക് പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നാൽ പിന്നെ എനിക്കൊന്ന് കേൾക്കുന്നവരെല്ലാവരും ഇപ്പം കുറെ പേർക്ക് ഗൂഗിളിൽ കിട്ടണം, ഫേസ്ബുക്കിൽ കിട്ടണം, എല്ലാം ഇതായിരിക്കുമല്ലോ ആഗ്രഹം. ഞാനിപ്പോ അത് കാരണം കുറെ പേര് ജാവയും C++ ഒക്കെ പഠിക്കുന്നത്. അതിന്റെ എന്തോ ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ട്? ലൈക്ക് what do you want to tell the audience, like if you are learning data structures എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പോലും അതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് മോസ്റ്റ് ഓഫ് ദം ഞാൻ കണ്ടേക്കുന്നത് ജാവയും C++ ആണ്. അപ്പം പക്ഷെ എനിക്കൊന്ന് പുതിയ ആൾക്കാർ കുറച്ചുകൂടെ പൈത്തൺ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഫോർ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ്. പിന്നെ C++ ഒക്കെ ഉപയോഗിക്കുന്നത് എനിക്കൊരു ബാഗേജ് ആണ്. ലൈക്ക് C++ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രോബബ്ലി ഏറ്റവും പെർഫോമൻറ്റ് ഇൻ ടേംസ് ഓഫ് റോ പെർഫോമൻസ്, നോട്ട് അൽഗോരിതം പെർഫോമൻസ് ഒന്നുമല്ല. ലൈക്ക് റോ പെർഫോമൻസിനകത്ത് സ്റ്റിൽ C++ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ബാഡ് കോഡ് എഴുതി കഴിഞ്ഞാലും കമ്പയർഡ് ടു സെയിം ബാഡ് കോഡ് നമ്മൾ പൈത്തണിലും എഴുതി C++ എഴുതി, ആ ലാംഗ്വേജിന്റെ ഇതുകൊണ്ട് മേ ബി ചിലപ്പം ആക്ച്വൽ റൺ ടൈം ഇച്ചിരി കുറവായിരിക്കും C++നകത്ത്. സോ ഇപ്പൊ നമ്മളൊരു കോഡിങ് പ്ലാറ്റ്ഫോമിൽ പോയി, എന്നിട്ട് നമ്മൾ അഗെയിൻസ്റ്റ് ബെഞ്ച് മാർക്സ് അൽഗോരിതം പോസ്റ്റ് ചെയ്യുക. അപ്പം മേ ബി ഞാൻ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് C++ ആയിരിക്കും, ബിക്കോസ് ഞാൻ സെയിം അൽഗോരിതം C++ എഴുതി പൈത്തണിൽ എഴുതിയെന്നുണ്ടെങ്കിൽ റൺ ടൈം ബെറ്റർ ആയിരിക്കും മേ ബി C++. ഇത് പറഞ്ഞ പോലെ TCSന്റെ നമ്മള് എനിക്ക് തോന്നുന്നു പൈത്തണില് നമ്മള് ഞാനിപ്പോ ഇവനും പൈത്തണിലാണ്. പക്ഷെ അത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അതിന്റെ റൺ ടൈം കൂടുതലാന്ന് പറഞ്ഞ് എറർ വന്നു. എനിക്ക് തോന്നുന്നു ജോബ്സ് ആണെന്ന് തോന്നുന്നു കുത്തിയിരുന്ന് അതിനെ കൺവേർട്ട് ചെയ്ത് ബേസിക്കലി അക്സെപ്റ്റ് ആയി. സോ അങ്ങനെ കുറച്ച് കേസസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഗോയിൽ അപ്പൊ നീ എന്താ ലൈക്ക് ഇപ്പൊ ആൾക്കാർക്ക് DSA ചെയ്യണമെങ്കിൽ നമ്മൾ ആരും അങ്ങനെ വലിയായിട്ട് DSA ഇപ്പൊ നമ്മൾ ആരും അങ്ങനെ ലൈക്ക് ഞാൻ കണ്ടു വന്നേക്കുന്നതും അത് തന്നെയാണ്. ബേസിക്കലി കുറെ പേര് DSA ജസ്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യും. ഒട്ടും ലാംഗ്വേജ് അറിയാമോ ക്ലിയർ ഔട്ട് ഇനി അറിയത്തില്ല. ലൈക്ക് DSA അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ടാണോ ഇനി ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല. അതൊരു വേറെ എപ്പിസോഡ് ആയിരിക്കും. DSA ഇന്റർവ്യൂസിന്റെ കോണ്ടെക്സ്റ്റില് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു റിച്ച് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഉള്ള ഒരു ലാംഗ്വേജ് പൈത്തൺ ബീറ്റ് C++ വിത്ത് ടെംപ്ലേറ്റ്സ് അങ്ങനെ things like that rather than simpler languages like Go. Like for example നമുക്ക് out of the box കുറെ ഡേറ്റ സ്ട്രക്ചേഴ്സ് കിട്ടുന്ന ലാംഗ്വേജസ് ആണെങ്കിൽ like for example heap, double-ended linked list, double linked list, things like that, trees, stuff like that. അപ്പൊ അത് സ്റ്റാൻഡേർഡ് ലൈബ്രറി നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന് കുറെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗോയിനകത്ത് ജെൻറിക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ
ഇല്ലായിരുന്നോണ്ട് തന്നെ അതിനകത്ത് സ്റ്റാൻഡേർഡ് ലൈബ്രറിക്ക് കുറച്ച് ഫംഗ്ഷൻസും കുറച്ച് ഡീറ്റെയിൽ സെക്ഷൻസും കുറവാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പോൾ തന്നെ introduce ചെയ്തു. ഇപ്പൊ ജനറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്ലാറ്റ്ഫോംസിൽ ഒരു ഗോ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് അവർ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ടു യുനോ മേക്കപ്പ് ഫോർ ദാറ്റ് പ്രോബ്ലം. ജാവയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ജാവയിൽ കണ്ടിട്ടുണ്ട്. ജാവ റെഡിമെയ്ഡ് ലൈബ്രറീസ് ഫോർ ഓൾ ഓഫ് ദിസ് ചെയ്യാൻ വേണ്ടി റെഡിമെയ്ഡ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ചെയ്യുവാണെങ്കിൽ ചൂസ് ചെയ്യുന്നത് പൈത്തണോ അങ്ങനെ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും. ബിക്കോസ് സിമ്പിളും ആണ്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്, എഴുതാനും എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ ലൈക്ക് ഇപ്പൊ നമ്മള് ഇനി ഡൗൺ ദ ലൈൻ 2030 നമ്മള് ഏത് ലാംഗ്വേജ് വാട്ട് ലാംഗ്വേജ് കുഡ് സർവൈവ് ലൈക്ക് ടിൽ 2030? എന്റെ രീതിയിൽ ജാവാസ്ക്രിപ്റ്റ് too much embedded everywhere. ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് അത് വിട്ട് എടുക്കാൻ ലൈക് ഫ്രോം ദ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ഇച്ചിരി പാടാണെന്ന് എനിക്ക് റീപ്ലേസ്മെന്റ് ഇപ്പോഴും ആ വെബിന് വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പ്രൊഡിക്ട് ചെയ്യുന്നത് 2030 ജാവാസ്ക്രിപ്റ്റ് കാണും. Java already 20-25 years run ചെയ്തു, so maybe that will go on as well. What do you think? ഞാനിപ്പോ ആഡ് ചെയ്യുന്നത് C ആണ്. C++. ബിക്കോസ് സ്റ്റിൽ ഫൗണ്ടേഷണൽ സാധനങ്ങൾ ഇപ്പോഴും C++. ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്യൂഡ, ഇന്ത്യയുടെ ക്യൂഡ C++ ആണ്, ലിനക്സ് C++ ആണ്. ലൈക്ക് സ്റ്റിൽ വിൻഡോസിന്റെ ഒരു മജോറിറ്റി ഓഫ് സാധനം C++. സോ ദാറ്റ് വിൽ സ്റ്റിൽ ബി അറൗണ്ട്. അപ്പൊ നിങ്ങൾ 2030 നിന്ന് എപ്പിസോഡൊക്കെ വരുവാണെങ്കിൽ അന്നേരം ഇത് വാലിഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ലാംഗ്വേജ്. ബേസിക്കലി ഏത് ലാംഗ്വേജ് നിങ്ങൾ തുടങ്ങുവാണെങ്കിലും അതിന്റെ ഫണ്ടമെന്റൽസും ആ ഒരു ലാംഗ്വേജ് നല്ലതായിട്ട് എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്, ഒരു ലാംഗ്വേജ് നല്ല വൃത്തിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കുക. അത് നിങ്ങളുടെ ഒരു ഗോ ടു ലാംഗ്വേജ്. അത് ഏത് ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു ആകാം, ഗോ ആകാം, ജാവാസ്ക്രിപ്റ്റ് ആകാം, HTML ഇപ്പോഴും ഒപ്പീനിയറ്റഡ് ആണ്. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ ഡേറ്റ ഓപ്പറേറ്റിംഗ് ലാംഗ്വേജസ്, മാനിപ്പുലേഷൻസ് ചെയ്യാൻ പറ്റുന്ന എന്ത് ലാംഗ്വേജ് ആണെങ്കിലും, ഏത് ലാംഗ്വേജ്, ജാവ ആണെങ്കിൽ ജാവ, എന്ത് ലാംഗ്വേജ് അല്ലേ, It doesn't matter. Basically whatever the first language that you are using, അത് എനിക്ക് തോന്നുന്നു ഒരു learn concepts, not languages. എക്സാക്ട്ലി. എന്നുവെച്ചാൽ ആ കോൺസെപ്റ്റ്സ് നമ്മൾ ഭയങ്കരമായിട്ട് തറവായിരിക്കണം. ബിക്കോസ് കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും സിമിലർ കോൺസെപ്റ്റ്സ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഇൻ എ ഡിഫറെന്റ് മാനർ. ചിലപ്പം കൺകറൻസി ഒരു വേറെ രീതിയിലായിരിക്കും, ഗോയിൽ ചെയ്യുന്ന റസ്റ്റിൽ വേറെ രീതി. എനിക്കൊന്ന് നമ്മൾ മറ്റേ ടോപ്പിക്ക് നമ്മൾ ഇത് എനിക്കൊന്ന് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഗാർബേജ് കളക്ഷൻ, ആ ഒരു കോൺസെപ്റ്റും അങ്ങനെ കുറെ ഒരു ലാംഗ്വേജിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. I think almost every language follows that structure. പക്ഷേ ഇംപ്ലിമെന്റേഷൻ പാർട്ട് ഓരോ ലാംഗ്വേജിനും ഡിഫറെന്റ് ആയിരിക്കും. അതാകുമ്പോൾ നമ്മൾ ആ ഫണ്ടമെന്റൽസ് ഭയങ്കര ക്ലിയർ ആക്കുക. പിന്നെ വേറെ എന്തോ പോയിന്റ് പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രോബ്ലം ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതിന് right tool for the job. Very general statements are conclusions alle. Because ജനറലായിട്ട് നമ്മൾ പറയാൻ എടുത്തു. കാരണം നമുക്ക് ഒരു ഫേവറേറ്റിസം അങ്ങനെയില്ല. നമ്മളിപ്പം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം KB ആണ് ഹസൂരിൽ ജോലി ചെയ്തപ്പോ ഹാസ്കിൽ ആയിരുന്നു അല്ലേ? ഹാസ്കിൽ അല്ലേ? ഹാസ്കിൽ നമുക്ക് engine അല്ല ഞാൻ പറഞ്ഞ കോഡ് ചൂസ് ചെയ്തു ബിക്കോസ് അതൊരു ഫണ്ടമെന്റലി ഒരു ട്രാൻസ്പൈലറാ. സോ ട്രാൻസ്പൈലറിന് മേ ബി ഇറ്റ്സ് എ ബെറ്റർ ലാംഗ്വേജ്. അത് തന്നെ. അപ്പം അത് റീറൈറ്റ് ചെയ്യാൻ ചൂസ് ചെയ്ത റസ്റ്റിലാണ്. സോ എനിക്ക് തോന്നുന്നു എല്ലാ ഇടത്തും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മുടെ ലാംഗ്വേജിന്റെ പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് വാട്ട് ഇസ് ബെസ്റ്റ്, വാട്ട് for this particular problem, what solves it best. What solves it best would be the second thing that we can take. പക്ഷെ പ്രോബ്ലം മാത്രമല്ല ബാക്കി കൺസ്ട്രെയിൻസും. ലൈക്ക് ഫോർ എക്സാമ്പിൾ എങ്ങനെയുള്ള ടീമിനെയാണ് നമ്മൾ like what is the money that you have and things like that also matters. Yes, when you are making something like that. Like for example ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് റണ്ണിയായിട്ട് ക്രെഡിറ്റ്സ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സർവ്ലെസ് ഫംഗ്ഷൻസ് ജാവാസ്ക്രിപ്റ്റിൽ എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ള കൺസ്ട്രെയിൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ഓഫ് കോഴ്സ് ഡിപെൻഡിങ് ഓൺ ദ കൺസ്ട്രെയിൻസ് വിൽ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇനി നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കേണ്ടതാണ്. Okay guys, see you in the next episode. See you. Bye.